അപ്പോൾ ഒരു എ പിയിൽ നമ്മൾ എന്താണ് 3 നമ്പേഴ്സ് മാത്രം തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 നമ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഒന്ന് എ ആയിട്ട് എടുക്കും, പിന്നെ ഒന്ന് എ പ്ലസ് ഡി എടുക്കും, പിന്നെ അടുത്തത് എ മൈനസ് ഡി എന്ന രീതിയിൽ നമ്പേഴ്സ് എടുക്കും, പിന്നെ 4 നമ്പേഴ്സ് ആണെങ്കിൽ ഈ രീതിയിൽ എടുക്കും, 5 നമ്പേഴ്സ് ആണെങ്കിൽ ഈ രീതിയിലും എടുക്കും. ഓക്കെ, ഇവിടെ നടുക്ക് എൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, ആ രീതിയിൽ എടുക്കും. 5 നമ്പേഴ്സ് ആണെങ്കിൽ ഓക്കെ എ ഉണ്ട്, ശരി. ഇവിടെ എൻ്റെ ആവശ്യമില്ല. ഇത് 4 നമ്പേഴ്സ് ആണെങ്കിൽ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഈസിയർ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു പെർട്ടിക്കുലർ എ പി തന്നിട്ട് വിചാരിച്ചു. ഇപ്പോൾ നമുക്ക് 1 4 1 3 5 7 ഓഡ് നമ്പേഴ്സിൻ്റെ എ പി ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നിന്ന് പെർട്ടിക്കുലർ ഗ്യാപ്പ് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ 2 ഗ്യാപ്പ് വെച്ചിട്ട് ഒരു നമ്പർ എടുക്കാൻ പോകണം. അപ്പം ഫസ്റ്റത്തെ ഒരു നമ്പർ 1, പിന്നെ 2 ഗ്യാപ്പ് വെച്ച് 7 എടുത്ത്, പിന്നെ 2 ഗ്യാപ്പ് വെച്ചിട്ട് 13 എടുത്ത്, അങ്ങനെ കിട്ടുന്ന സാധനം സ്വാഭാവികമായിട്ടും ഒരു എ പി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി ഈ കിട്ടുന്ന എ പി ഉണ്ടല്ലോ, ആ കിട്ടുന്ന എ പിയുടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇനീഷ്യലായിട്ടുള്ള കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 ഇൻറ്റു എന്താണ് ഇവർ തമ്മിലുള്ള ഇവരുടെ ഇടയിലുള്ള നമ്പേഴ്സ്. ഓക്കെ, ഇവരുടെ ഇടയിൽ ഏതൊക്കെ നമ്പർ ഉണ്ട്? 170 ഇടയിൽ 3 5 എന്ന 2 നമ്പർ ഉണ്ട്. അപ്പം ഇനീഷ്യലായിട്ടുള്ള കോമൺ ഡിഫറൻസ് ഇങ്ങനെ പറയാൻ പറ്റും. ഇവർ ഇൻ്റർവെൽ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അല്ല പോട്ടെ, ഇനി ശരിക്കും കോമൺ ഡിഫറൻസ് എത്രയാണ് ശരിക്കും പറഞ്ഞാൽ? കണക്ക് പ്രകാരം എത്ര? 6 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഈ കോമൺ ഡിഫറൻസ് എത്രയാണ് വാല്യൂ വൈസ് എങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഇവരുടെ ഒറിജിനൽ കോമൺ ഡിഫറൻസ് അത് എത്ര എഴുതുന്നത്? 2 ആണ്. 2 ഇൻറ്റു ഇൻ്റർവെൽ ലെങ്ത്ത്. ഇവർ 1 2 3 ആ ഇൻ്റർവെൽ അല്ലേ, 3 ഇൻ്റർവെൽ അല്ലേ അല്ലെങ്കിൽ? അപ്പോൾ അങ്ങനെ പറയാൻ 3. അങ്ങനെയാണ് ഈ 6 വന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു സീക്വൻസിൽ nth ടേം എന്ന് പറയുമ്പോൾ ടി എൻ എങ്ങനെയാണെങ്കിലും ഒരു ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്ത്? ഒരു ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മളെ ഈ പറഞ്ഞ nth ടേം എന്ന് പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ ടേം ഉണ്ടല്ലോ, ആ ടേം എന്ന് പറഞ്ഞാൽ ഒരു അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ ഒരു ടേം ആണെന്ന് പറയാൻ പറ്റും. അതിന് എക്സാമ്പിൾ ചെയ്ത ടി എൻ എന്ന് പറഞ്ഞാൽ ലീനിയർ ഫംഗ്ഷൻ ആയിട്ട് an പ്ലസ് ബി തന്നിട്ടുണ്ട്. അടുത്ത Tn-1 അങ്ങനെ പറയാം, എന്നിൻ്റെ പകരം n-1 ബി പ്ലസ് ബി. ഇനി Tn-1 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് ഫോർ ആൻ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ അല്ലേ? അങ്ങനെ ആകുമ്പോൾ എന്താണ് an പ്ലസ് എ പ്ലസ് 0 ഇവിടെ നമുക്ക് കിട്ടും, എ ആണ് കിട്ടുന്നത്. സോ ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ടേം. സോ ദിസ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് അല്ല അരിത്തമാറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഹൗ മെനി ടേംസ് ഓഫ് ദി സീരീസ്. അപ്പോൾ ഇവിടെ കുറച്ച് ഒരു സീക്വൻസ് ആൻഡ് സീരീസ് തന്നിട്ടുണ്ട്. സോ ദാറ്റ് ദി സം ഈസ് 300. അപ്പോൾ ഇവിടെ എന്താണ് ഒന്നാമത്തെ കാര്യം, ഒന്നാമത്തെ നമ്പർ 20, പിന്നെ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് 19 × 3 ദാറ്റ് ഈസ് രണ്ടാമത്തെ നമ്പർ 58/3 അതേപോലെ മൂന്നാമത്തെ നമ്പർ അടുത്ത നമ്പർ 56/3 ആണ്. അപ്പം ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 58/3 - 20 ആണ്. ദാറ്റ് ഈസ് കോമൺ ഡിഫറൻസ് കിട്ടുന്നത് -2/3 ആണ്. ഓക്കെ, കോമൺ ഡിഫറൻസ് നമുക്കറിയാം n ടേംസ് ഓഫ് ദി ജി പിൻ്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം എന്താണ് 20 ആണ്. 20 പ്ലസ് ലാസ്റ്റ് ടേം ഇപ്പോൾ 20 2 പ്രാവശ്യം വരും, അപ്പോൾ 40 ആയിട്ട് ഇടാം, ഡയറക്റ്റ് തന്നെ ഇടാം. 40 പ്ലസ് n-1 എന്നിൻ്റെ വാല്യൂ അറിയില്ല ഇൻറ്റു കോമൺ ഡിഫറൻസ് ദാറ്റ് ഈസ് -2/3. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഗിവൺ ആണ് എത്രയാണ് 300. ഓക്കെ, ഇനി എന്നിൻ്റെ വാല്യൂ കണ്ടെത്താം, അത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എന്നിൻ്റെ 2 വാല്യൂസ് അങ്ങനെ സോൾവ് ചെയ്താൽ കിട്ടിയിട്ടുണ്ട്. 36ഉം 25ഉം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 വാല്യൂസിന് എങ്ങനെയാണ് 2 വാല്യൂസിന് നമ്മളൊരു ടേം. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ഡബിൾ ആൻസർ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ റീസൺ നമുക്ക് നോക്കാം. അപ്പോൾ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ എന്തൊക്കെ നമ്പേഴ്സ് എന്തായാലും 20 58/3 20 58/3 പിന്നെ അടുത്ത നമ്പർ അത് 56/3 അങ്ങനെ പോയി 25th ടേം വരെ എന്തുണ്ട് ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 300 ആവുന്നുണ്ട്. ഓക്കെ, ശരി. അതിനുശേഷം ഇങ്ങനെ പോയി 36th ടേം വരെ ആഡ് ചെയ്താൽ 300 ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ 25th ടേമിന് ശേഷം എന്ന് വെച്ചാൽ 27th ടേം മുതൽ 36 വരെ അതിൻ്റെ സം എന്തായിരിക്കും 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സമ്മ് 0 ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ എന്താ തോന്നുന്നത്? ഇത് ഒന്നാമത് ഇത് ഡിക്രീസിങ് എ പി ആണ്, കാരണം വെച്ചാൽ -2/3 ആണ് നമ്മുടെ ഡി. അപ്പം അതിന് ശേഷം ഈ ടേംസ് ഉണ്ട് ഈ T26 മുതൽ T36 വരെ അവിടെ ഒക്കെ 0 സമ്മ് 0 ആയതുകൊണ്ടാണ് രണ്ട് എന്നിൻ്റെ വാല്യൂസിന് 0 വരുന്നത്. ഇനി എന്നിൻ്റെ വാല്യൂ എപ്പോഴൊക്കെയാണ് പോസിറ്റീവായിട്ട് നിൽക്കുന്നത് നോക്കാം. എന്നിൻ്റെ വാല്യൂ പോസിറ്റീവ് എങ്ങനെ നോക്കാൻ? Tnth ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് 20 പ്ലസ് n-1 ഇൻറ്റു ഡി 20 -2/3 അത് പോസിറ്റീവ് എപ്പോഴൊക്കെയാണ് ആവുന്നത്? ദാറ്റ് ഈസ് 20 പ്ലസ് -2n/3 -
2/3 that is greater than equal to 0. 3 കൊണ്ട് multiply that is 60 plus minus 2n plus 2 that is greater than equal to 3. 30 plus minus n plus 1 that is greater than equal to 0. അപ്പോൾ ഇവിടുന്ന് കിട്ടിയ വെച്ചാൽ n 31-നേക്കാളും ചെറുതാവുന്ന വരെ, അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ എന്നിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 31 ആണ്. സോ ദാറ്റ് എന്ത് nth ടേം അല്ലെ, nth ടേം എന്താവും? പോസിറ്റീവായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ആ ഒരു കണ്ടീഷനാണ് 31th ടേം വരെ പോസിറ്റീവാണ്. ഓക്കെ, അതിന് ശേഷം എന്താ 31th ടേമിന് ശേഷം എന്താ നെഗറ്റീവ് ആകാൻ തുടങ്ങി എന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ 32th ടേം എന്തായി? നെഗറ്റീവായി. 33th ടേം എന്തായി? നെഗറ്റീവ്. അപ്പോൾ നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടുന്ന് 31th ടേം T31 എന്ന് പറഞ്ഞാൽ അത് 0 ആണെന്നും കൂടി ഒരു ഇൻഫോർമേഷൻ കിട്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ സാറിന് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഫൈൻഡ് ദി എസ് മാക്സ്. ഓക്കെ, അപ്പോൾ ഏറ്റവും മാക്സിമം സമ്മ് എപ്പോഴാണ് കിട്ടുക? 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കട്ടായി പോയ ആണല്ലേ. ഇത് ചില ഭാഗത്തേക്ക് എവിടം വരെ? 31 വരെ എന്താണ്? പോസിറ്റീവാണ്. അതിനുശേഷമാണ് നെഗറ്റീവ്. അപ്പോൾ 31 വരെയുള്ള സമ്മ് അതിനുശേഷം നെഗറ്റീവ് ആവുന്നുണ്ട്. എന്തിൻ്റെ ടേംസിൻ്റെ വാല്യൂ നെഗറ്റീവ് ആവുന്നുണ്ട്. അപ്പോൾ സമ്മ് എന്തോ മേലെ മേലെ കുറയും. 31 വരെ പോസിറ്റീവ് ആയതുകൊണ്ട് ആ 31 വരെ പോയിന്റിലുള്ള സമ്മുകൾ കണ്ടെത്താം. സോ നമുക്ക് എന്തായിട്ടും S31 കണ്ടെത്തിയാൽ മതി. അതാണ് മാക്സിമം. അപ്പോൾ S31 അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? 310 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇവിടെ കുറേ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ സം വന്നിട്ടുണ്ട്. S1 S2 ആർ ദി സംസ് ഓഫ് n ടേംസ് ഓഫ് P അരിത്തമാറ്റിക് സീരീസ് ഹൂസ് ഫസ്റ്റ് ടേം ആർ 1 2 3 4. ഓക്കെ, ആദ്യത്തെ ടേം 1 2 3 4 ആണ് ഓരോന്നിൻ്റെയും. അപ്പോൾ ഞാൻ പറയാം ഒന്നാമത്തെ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ 1, രണ്ടാമത്തെ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ 2, മൂന്നാമത്തത് 3, അങ്ങനെ പോകുന്ന എത്ര അരിത്തമാറ്റിക് പ്രോഗ്രഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ P അരിത്തമാറ്റിക് സീരീസ്. ദാറ്റ് മീൻസ് പോയി Pth വരെ P അരിത്തമാറ്റിക് സീരീസ് ഉണ്ടാവും. പിന്നെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 1 ആവുമല്ലോ. ഓക്കെ, സെക്കൻഡ് ടേം 2, പിന്നെ തേർഡത്തെ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ തേർഡ്, അങ്ങനെ പോയി എത്ര വരും? ഇവിടെ P വരും. ഓക്കെ, ശരി. ഇനി കോമൺ ഡിഫറൻസ്, ഫസ്റ്റത്തെ ടേമിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ദാറ്റ് മീൻസ് ഇയാൾ 1 അപ്പോൾ ഇയാൾ ഇങ്ങനെ പോകും 1 2 3 ഡാഷ് 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 ഡാഷ്. രണ്ടാമത്തെ ആളുടെ 3 ആണ്. 3 ആണെങ്കിൽ ഇയാളിന്ന് 5, ഇയാളിന്ന് 8 പോയി. ഇയാളുടെ ആണെങ്കിലോ അടുത്ത് നോക്കിക്കോ 5 ആണ്. അപ്പോൾ 5 കൂട്ടി പോകണം. 8 13 ആ രീതിയിൽ 13. ഓക്കെ, പിന്നെ ഡാഷ് 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 അങ്ങനെ പോയി. അപ്പോൾ കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കാണപ്പെടുന്നത്? കോമൺ ഡിഫറൻസ് ഓഡ് നമ്പേഴ്സ് ആയിട്ട് കാണുന്നത്. ഓക്കെ, ശരി. അങ്ങനെ ആകുമ്പോൾ ഇയാളുടെ കോമൺ ഡിഫറൻസ്, ഈ പറഞ്ഞ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും Pth ടേം ആയതുകൊണ്ട് 2P-1 ആണ് എന്ത്? കോമൺ ഡിഫറൻസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ശരി. ഇനി ഇയാളുടെ S1 അല്ലെ, ഫസ്റ്റത്തെ ടേമിൻ്റെ S1, കാരണം അവർ പറയുന്നത് വെച്ചാൽ ഈ പറഞ്ഞ സം S1 S2 S3 അതിൻ്റെ വാല്യൂ ഇതാണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ S1 എന്ന് പറഞ്ഞാൽ എന്താ? n/2. എത്ര ടേംസ് ഉണ്ട്? എത്രയോ ഉണ്ട്. n ടേംസിൻ്റെ S1 ആണ്. n ടേംസിൻ്റെ സം, ദാറ്റ് മീൻസ് n ടേംസ് ഉണ്ട്. n/2 ഇൻറ്റു ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് 1, അതിൻ്റെ ഡബിൾ ദാറ്റ് ഈസ് 2 പ്ലസ് n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് ദാറ്റ് ഈസ് 1. ഓക്കെ, ഇനി S2 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും n/2 ഇൻറ്റു ഫസ്റ്റ് ടേമിൻ്റെ ഡബിൾ 4 പ്ലസ് n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് ദാറ്റ് ഈസ് എത്രയായിരുന്നു കോമൺ ഡിഫറൻസ്? 3. ഓക്കെ, അങ്ങനെ പോയി SP ടേം അല്ലേ, SP അതാണ് പറയുന്നത്. SP അത് കണ്ടെത്താനും പറയണം. അപ്പം SPയുടേത് എന്താണ്? അവിടെ എത്ര ടേംസ് ഉണ്ട്? ടേംസ് n തന്നെ അല്ലേ, n ടേംസിൻ്റെ ഓരോ സീക്വൻസിലും ടേംസ് n തന്നെ, n/2. ഓക്കെ, ഫസ്റ്റ് ടേം ഏതാണ് ടേം? ഫസ്റ്റ് ടേം നമുക്ക് പറയാൻ പറ്റും P എന്ന് പറയാൻ പറ്റും. സോ 2P എന്ന രീതിയിൽ പറയാൻ പറ്റും. പിന്നെ n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2P-1 എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളൂ ഇവിടുന്ന്. ഓക്കെ, ശരി. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. ഫസ്റ്റ് ടേം എങ്ങനെ 2P ആയത്? ഫസ്റ്റ് ടേം P ആണ്, പക്ഷേ നമ്മൾ ഫസ്റ്റ് ടേമിനെ ഡബിൾ ചെയ്യുന്നുണ്ടല്ലോ. കാരണം വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. സോ ഇങ്ങനെ A പ്ലസ് n-1 ഇൻറ്റു D, അത് രണ്ടും കൂടി 2A ആയി. അതാണ് ഇവിടെയൊക്കെ ചെയ്തത്. അപ്പം P ആയിരുന്നു വേണ്ടത്, 2P ആയി. ഇത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി ഇവന്മാരെല്ലാം ഒന്ന് പിടിച്ച് ആഡ് ചെയ്ത് നോക്കാം. S1 പ്ലസ് S2 പ്ലസ് ഡാഷ് 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 SP ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? n/2 എല്ലായിടത്തും കോമൺ ഉണ്ട്. അപ്പോൾ ഒന്ന് n/2 കോമൺ എടുത്ത് കളയാം. പിന്നെ എന്തൊക്കെയാണ് കോമൺ കാണുന്നത്? പിന്നെ പറയാൻ പറ്റുന്നത് എന്താണ്? 2 ഇങ്ങനെ പ്ലസ് ആയിട്ട് 2 4 ഡാഷ് 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 2P വരുന്നുണ്ട്. ഓക്കെ, പിന്നെ n-1 എല്ലായിടത്തും കോമൺ ആണെന്നുണ്ട് സ്വാഭാവികമായിട്ടും. സോ n-1 കോമൺ എടുത്ത് കളയാം. n-1 ഈ ഉള്ളത്തെ ടേംസിൽ മാത്രമേ കോമൺ ഉള്ളൂ. സോ n-1 ഇൻറ്റു പിന്നെ എന്താ 1 2 3 അങ്ങനെ. സോ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് ഡാഷ് 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 2P-1 ടേംസ് വരെ പോകുന്നുണ്ട്. ഫൈൻ. ഇനി എന്ത് ചെയ്യാൻ പരിപാടി?
ഇനിയൊന്നുമില്ല, മര്യാദയ്ക്ക് ഇതാ 2p ടേംസ് ഇതാ ഓഡ് നമ്പേഴ്സിൻ്റെ അഡീഷൻ എന്തെന്ന വാല്യൂ n ഇൻറ്റു n പ്ലസ് 1 ആണ്. ഇവിടെ n എത്ര ടേംസ് ഉണ്ട്? 2p ആണ്. സോ 2p ഇൻറ്റു 2p പ്ലസ് 1 എന്ന് പറയാൻ പറ്റും. ഓഡല്ല ഈവൺ നമ്പേഴ്സിൻ്റെ സീക്വൻസിൻ്റെ എത്ര n ടേംസിൻ്റെ സം എന്ന് പറഞ്ഞാൽ അത് n ഇൻറ്റു n പ്ലസ് അടുത്ത n മൈനസ് 1 ഉണ്ട്. പിന്നെ ഓഡ് ടേംസിൻ്റെ ഇത് ഓഡ് ടേംസ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ഓടാ. ശരി, ഇതെന്ത് ഇങ്ങനെ 1 3 ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ 3 ഇവിടെ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. 1 3 5 ആ രീതിയിലാണ് പോകേണ്ടത്. 1 + 3 + 5 ഡാഷ് 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 2p - 1 എത്ര ടേംസ് ഉണ്ട്? 2p - 1 ഉണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും 2p - 1 ഹോൾ സ്ക്വയർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ. ഇവിടെ ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഇവിടെ 2p ഇല്ല. ടോട്ടൽ എത്ര ടേംസാണ് ഉള്ളത് ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ടേംസാണ് ഉള്ളത്? ഇതെല്ലാം 2p ആണെങ്കിൽ ടോട്ടൽ p ടേംസ് അല്ലേ ഉള്ളത്. അങ്ങനെ p ടേംസ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും p ഇൻറ്റു p + 1 എന്നാണ് പറയാൻ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഇത് p² + p + n - 1 ഇൻറ്റു ഇവിടെയും 2p എത്ര ടേംസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പറയാൻ? p ടേംസ് ഉണ്ടെന്ന് പറയാൻ. സോ p² എന്ന രീതിയിൽ, കാരണം ഓക്കെ ഫസ്റ്റ് മുതലേ തുടങ്ങുന്നല്ലോ 1 2 3 അപ്പോൾ 2p - 1 അപ്പോൾ p ടേംസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ ശരി, p². ഓക്കെ, ഇനി എന്ത് ചെയ്യുക? n/2 ഇൻറ്റു p² + p + p² n മൈനസ് p². സോ p² മൊത്തം ഇവിടുന്ന് ഒരു p കോമൺ എടുത്ത് നോക്കാം. p കോമൺ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് np/2 ഇൻറ്റു 1 + pn. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നോക്കട്ടെ, np/2 1 + pn നമ്മൾ പ്രൂവ് ആയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറെൻറ്റ് APs ആർ കൺസ്ട്രക്റ്റഡ് വിത്ത് ഫസ്റ്റ് ടേം 100. ഓക്കെ, ഫസ്റ്റ് ടേം 100 ആവുമല്ലോ, കുറേ APs, അതായത് ലാസ്റ്റ് ടേം 199 ആൻഡ് ഇൻ്റഗ്രൽ കോമൺ ഡിഫറൻസ്. ഓക്കെ, കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് ഇൻ്റഗ്രൽ ആവുമല്ലോ. ഓക്കെ ശരി, പിന്നെ സം ഓഫ് ദി കോമൺ ഡിഫറൻസ് ഓഫ് ഓൾ സച്ച് APs. ഈ പറഞ്ഞ കണ്ടീഷൻസിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ APസിൻ്റെയും സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 3 ടേംസ് കൂടി വേണം. ഓക്കെ, ദാറ്റ് മീൻസ് n, നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ടേംസിന് n വിളിക്കുകയാണ്, അത് അറ്റ്ലീസ്റ്റ് 3നേക്കാളും വലുതാവണം. ഓക്കെ, ആൻഡ് അറ്റ്മോസ്റ്റ് 33, മാക്സിമം 33, ദാറ്റ് മീൻസ് ഇങ്ങനെയും വേണം. ഓക്കെ ആണെങ്കിൽ ശരി, അപ്പോൾ ലാസ്റ്റ് ടേം 199 ആണ്. സോ ഒരു ലാസ്റ്റ് ടേം നമുക്കൊരു Tn = ആ രീതിയിൽ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ടേമിൻ്റെ എന്താ പറയാൻ? ലാസ്റ്റ് ടേം 199 ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഗിവൺ ആണ്, കറക്റ്റ് 100 + n - 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് അറിയാവോ? കോമൺ ഡിഫറൻസ് ഒരു ഐഡിയ ഇല്ല, അത് ഗിവൺ അല്ല. ഓക്കെ ഫൈൻ. സോ ഐ കുഡ് സേ 99 = n - 1 ഇൻറ്റു d. 99 = dn - d. ഓക്കെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 99/d = n - 1. പക്ഷേ n - 1 കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഡീനെ ഒറ്റയ്ക്ക് ആക്കിയിടാം, അതൊരു ബെറ്റർ വഴി. അപ്പോൾ 99/n - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു d എന്ന് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ ഗിവൺ ആണ്, ദാറ്റ് ഇസ് d ഷുഡ് ബി ഇൻഡിജർ. പിന്നെ മാത്രമല്ല n > അതിൻ്റെ കാര്യം പറയാം, d ഇൻഡിജർ ആണോ? ദാറ്റ് മീൻസ് ഈ പറഞ്ഞ n - 1 99ൻ്റെ ഫാക്ടർ അല്ലെങ്കിൽ ഡിവൈസബിൾ ആവണം. ദാറ്റ് മീൻസ് ഞാൻ 99 ഒന്ന് പിടിച്ചിട്ട് ഇത് ചെയ്ത് നോക്കാം. എന്ത് നമ്മൾ ഇപ്പോഴത്തെ പരിപാടി ഫാക്ടറൈസിങ് പരിപാടി. ഇത് ബേസിക് മാത്തമാറ്റിക്സ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഞാൻ 3 തന്നെ കൊടുക്കാം, 11. ഓക്കെ 11, അപ്പോൾ നമുക്ക് കിട്ടും 99 എന്ന് പറഞ്ഞാൽ 3² ഇൻറ്റു 11. അപ്പോൾ ടോട്ടൽ ഇത്ര ഫാക്ടേഴ്സ് ഉണ്ട്? ഇതിന് ഒന്ന് കൂട്ടാം, 3 + 3 ഇൻറ്റു 2, ഇത് ഒന്ന് കൂട്ടാം 2. സോ 6 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ഫാക്ടേഴ്സ്? ഒന്ന് 1 ഉണ്ട്, പിന്നെ 3 ഉണ്ട്, 11 ഉണ്ട്, പിന്നെ ഇത് അങ്ങോട്ട് മൾട്ടിപ്ലൈ 9 ഉണ്ട്, പിന്നെ എന്താ 33 ഉണ്ട്, പിന്നെ ആ നമ്പർ ആയിട്ടുള്ള 90 ആണ്. 1 2 3 4 5 6 ഫാക്ടേഴ്സ് ആയിട്ടുണ്ട്. ഇനി n, ഇതൊക്കെ ആരൊക്കെയാണിത്? ഇതൊക്കെ n - 1 ആണ്. n - 1ൻ്റെ വാല്യൂസ് ഇവരൊക്കെ ആവാം, എന്നാലേ ഡിയുടെ വാല്യൂ ഇതാകാൻ പാടുള്ളൂ. ഫൈൻ. ഇനി n - 1 n എവിടെ നിന്ന് എവിടെ വേണം? 33യും 3യുടെയും ഇടയിലാവണം. അങ്ങനെ ആവുന്ന സമയത്ത് എനിക്ക് 3 കൊടുക്കാൻ പറ്റുമോ? n - 1ൻ്റെ വാല്യൂ 3 കൊടുക്കാം, 4 ആകാൻ പറ്റും. അപ്പം 1 കൊടുക്കാൻ പറ്റും. 1 കൊടുത്താൽ 3 ആവാൻ അല്ലേ? നോക്കി n - 1 = 1 കൊടുത്താൽ എന്നിൻ്റെ വാല്യൂ 2 ആവാൻ അത് പറ്റത്തില്ല. n 3നേക്കാളും വലുതാണ്. അപ്പോൾ ഇത് കൊടുക്കാം, 9 കൊടുക്കാൻ പറ്റുമോ? 9 കൊടുക്കാം, പക്ഷേ 33 കൊടുക്കാൻ പറ്റില്ല. 33 കൊടുത്തു കഴിഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ 33 + 1 ദാറ്റ് ഈസ് 34 ആവും, അത് പറ്റൂല. സോ ഇത് കൊടുക്കാൻ പറ്റില്ല, ഇത് കൊടുക്കാൻ പറ്റില്ല. അപ്പം n - 1ൻ്റെ വാല്യൂ 3 ആവാം, 11 ആവാം, 9 ആവാം. ദാറ്റ് മീൻസ് എന്നിൻ്റെ വാല്യൂ 4 ആവാം, 12 ആവാം, 10 ആവാം എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ദാറ്റ് മീൻസ് എന്നിൻ്റെ വാല്യൂ ഇതൊക്കെ ആവുന്നുണ്ടെങ്കിൽ ഡിയുടെ വാല്യൂ എന്തൊക്കെ? അപ്പം എന്നിന് സാധ്യതയുള്ള വാല്യൂസ് ഇതൊക്കെയാണ്. അപ്പം n 4 ആണെങ്കിൽ ഡിയുടെ വാല്യൂ എത്ര കിട്ടാൻ? ഡിയുടെ വാല്യൂ 33 കിട്ടും.
ഓക്കെ എൻ 12 കൊടുത്ത് നോക്കാം, 12 കൊടുത്ത് നോക്കാം. അപ്പോൾ 12 മൈനസ് 1 ദാറ്റ് ഈസ് 11. 11 എത്ര പോകും? ഇത്ര എന്നിന് ഇവിടെ 12 സാധ്യതയില്ല, 12 ആവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ എന്നിൻ്റെ വാല്യൂ 11 ആവാൻ പറ്റും, അല്ല ഡിയുടെ വാല്യൂ 11 ആവാം, ഇതാവാം. പിന്നെ എന്താവാൻ പറ്റാം? പിന്നെ നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 9 കൂടി സാധ്യതയുണ്ട്. ഡിക്ക് സാധ്യതയുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് 3, 11, 9. ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 56 ആണ് കിട്ടുക. ഓക്കെ, ഇനി അടുത്തൊരു കൺസെപ്റ്റാണ് അരിത്തമാറ്റിക് മീൻ. അരിത്തമാറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ ഒരു അരിത്തമാറ്റിക് പ്രോഗ്രഷൻ്റെ ഇടയിലുള്ള നമ്പർ ഉണ്ടല്ലോ, അതിനാണ് വിളിക്കാൻ. എ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ നമുക്കിവിടെ നിന്ന് അറിയാം ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ സി മൈനസ് ബി ആണ് അല്ലേ? അതാണ് കോമൺ ഡിഫറൻസിൻ്റെ ആ കൺസെപ്റ്റ്, സി മൈനസ് ബി. സോ 2b ഇസ് ഈക്വൽ ടു എ പ്ലസ് സി. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ നടുക്കത്തെ ടേം അതിനെ നമ്മൾ അരിത്തമാറ്റിക് എന്ന് വിളിക്കും. സോ അരിത്തമാറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് സി ബൈ 2 ആയിരിക്കും. അപ്പുറത്തെ ടേംസ് ആഡ് ചെയ്യാം, ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് അരിത്തമാറ്റിക് മീൻ കിട്ടും. ഓക്കെ, അത് കിട്ടി. ഇനി നമുക്ക് എന്താണ് കുറച്ച് അരിത്തമാറ്റിക് മീൻസ് 2 ടേംസ്, എ എന്ന് പറയുന്ന ടേം ഉണ്ട്, അതുപോലെ ബി എന്ന് പറയുന്ന ടേം ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് എന്ത് ഇടണം? എന്തൊക്കെ ആഡ് ചെയ്യണം? ഒരു A1 ആഡ് ചെയ്യണം, A2 ആഡ് ചെയ്യണം, A3 ആഡ് ചെയ്യണം. അങ്ങനെ ഒരു n ടേംസ് ആഡ് ചെയ്യണം വിചാരിച്ചോ. അങ്ങനെ n ടേംസ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പറയും ഇൻസേർട്ടിങ് അരിത്തമാറ്റിക് മീൻസ് ബിറ്റ്വീൻ ദം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു n ടേംസ് ആഡ് ചെയ്തിട്ട് വെറുതെ ആഡ് ചെയ്യുന്നതല്ല. അങ്ങനെ ആകുമ്പോൾ ഈ കംപ്ലീറ്റ് ഈ പറഞ്ഞ പ്രോഗ്രഷന് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ആവണമെങ്കിൽ നമ്മൾ എന്ത് പറയും? ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ടോട്ടൽ എത്ര ടേംസ്? നമ്മൾ പറഞ്ഞു ഇവിടെ ടോട്ടലായിട്ട് ഇവിടുന്ന് മുതൽ ഇവിടം വരെ n ടേംസ് ഉണ്ട്, പിന്നെ 2 എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ n+2 ടേം ഉണ്ട്. നമ്മുടെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് n+2 ടേം. സോ Tn+2 ദാറ്റ് ഈസ് ഈക്വൽ ടു എനിക്ക് പറയാൻ പറ്റും ബി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതിൻ്റെ വാല്യൂ എങ്ങനെ എടുത്താൽ നമുക്ക് പറയാൻ പറ്റും എ പ്ലസ് എന്നിൻ്റെ പകരം നമ്മൾ എന്ത് കൊടുക്കും? n+2. സോ n+2 മൈനസ് 1 ദാറ്റ് ഈസ് n+1 ആവും. n+1 ഇൻറ്റു ഡി എന്ന രീതിയിൽ എ പ്ലസ് n മൈനസ് +1 ഇൻറ്റു ഡി എന്ന രീതിയിൽ എഴുതാം. ഓക്കെ, അങ്ങനെ അവിടെ നമുക്ക് ആകെ അറിയുന്ന വാല്യൂ എയും ബിയും മാത്രമാണ്. പിന്നെ എത്ര ടേംസ് ഉണ്ട്? അത് n ടേംസ് ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, അതും ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിരിക്കും. അപ്പോൾ ആ ഒരു ടേംസ് വെച്ച് നമ്മൾ കോമൺ ഡിഫറൻസിൻ്റെ വാല്യൂ കണ്ടെത്താൻ നോക്കുന്നു. കാരണം നമുക്ക് അറിയുന്ന ടേംസ് വെച്ച് നമ്മൾ കളിക്കാൻ തുടങ്ങണം. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു Tn+2 എന്ന് പറഞ്ഞാൽ അത് ബി ആണ്. സോ ബി ഈസ് ഈക്വൽ ടു ഐ കുഡ് സേ എ ഫസ്റ്റ് ടേം അറിയാം, പ്ലസ് n+1 ടേംസ് ഉണ്ട് എന്ന് അറിയാം. n+2 -1 ആണ് അത്. ഓക്കെ, കോമൺ ഡിഫറൻസ് അറിഞ്ഞുകൂടാ. അപ്പോൾ അറിയാത്ത ആളുടെ കോമൺ ഡിഫറൻസ് നമുക്ക് അറിഞ്ഞുകൂടാ. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി മൈനസ് എ ഡിവൈഡ് ബൈ n+1 ആണ് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുക. ഓക്കെ, ഇനി കോമൺ ഡിഫറൻസ് ഇനി നമ്മുടെ ഫസ്റ്റത്തെ ടേംസ് എങ്ങനെ ഉണ്ടാവും? ടേംസ് ഏത് ഉള്ളിലുള്ള ടേംസുകൾ ഇങ്ങനെ ഉണ്ടാവുക A+D. അതിന് A+D വന്ന് A+0D എന്നുള്ള രീതിയിൽ വേണ്ടേ? അല്ല ബ്രോ, അത് ഇവിടുന്ന് ഫസ്റ്റത്തെ ടേം ഇത് ഉള്ളിലിടുന്ന ഫസ്റ്റത്തെ ടേം. അങ്ങനെയാകുമ്പോൾ ഇയാൾ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ടേമാണ്, കണക്ക് പ്രകാരം സെക്കൻഡ് ടേമാണ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ A+D. ഓക്കെ, തേർഡ് ടേം ആകുമ്പോൾ A+2D, ഫോർത്ത് ടേം ആകുമ്പോൾ A+3D, ഫിഫ്ത്ത് ടേം ആകുമ്പോൾ A+ND. അപ്പം ആ രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഇനി ഇവരെല്ലാം പിടിച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഉള്ളിലുള്ള നമ്പേഴ്സ്, അതായത് അരിത്തമാറ്റിക് മീൻസിൻ്റെ ആഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ടേം ആണ് കിട്ടുക, ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനെ അത് മാത്രമല്ല നമുക്ക് ഡിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി അൺനോൺ വേരിയബിൾസ് വെച്ചിട്ട് സോൾവ് ചെയ്തിട്ട് നോൺ വേരിയബിൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ എത്ര ടേംസ് ആണ് നമുക്ക് നടുക്ക് അപ്ലൈ ചെയ്യേണ്ടത്? ദാറ്റ് മീൻസ് n ഇൻറ്റു ഫസ്റ്റത്തെ am, സിംഗിൾ am, അതായിരിക്കും എന്ത്? സം ഓഫ് n ടേംസ് ഇൻസേർട്ടഡ്. അപ്പം ഉള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള n ടേംസിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ ആ n ഇൻറ്റു സിംഗിൾ am എന്ന് പറഞ്ഞാൽ എൻ്റെ ഇടയിൽ A1 A2 A', AN, പിന്നെ ഒരു ബി ഉണ്ട് വിചാരിച്ചോ. അപ്പോൾ സിംഗിൾ am എന്ന് പറഞ്ഞാൽ A+B/2. സോ ആ A+B/2 ഇൻറ്റു എത്ര ടേംസ്? അത് n. അതാണ് ഈ പറഞ്ഞ ഉള്ളിലുള്ള ടേംസിൻ്റെ സമ്മ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതൊന്ന് ഈ വസ്തു നോക്കാം. ലോഗ് എ ഇതെന്ത് എ പിയിലാണ് ഉള്ളത്. ഓക്കെ, എ പിയിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റേ ഇത് അപ്ലൈ ചെയ്യാം. ഏത് അരിത്തമാറ്റിക് മീൻ. ദാറ്റ് മീൻസ് 2 ടൈംസ് നടുക്കത്തെ ടേം അല്ലേ? നടുക്കത്തെ ടേം ദാറ്റ് ഈസ് ലോഗ് ബി ഇ ദാറ്റ് ഈസ് ഈക്വൽ ടു ബാക്കി 2 ടേംസ് ആഡ് ചെയ്യും. ബാക്കി 2 ടേംസ് എന്താണ്? ഇത് രണ്ടും ബേസ് സെയിം ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ലോഗ് എ സി ഇൻറ്റു ഇ എന്ന രീതിയിൽ പറയാൻ പറ്റും. ഇതൊന്ന് മുകളിലോട്ടേക്ക് കൊണ്ടുപോകും. ദാറ്റ് മീൻസ് B² ലോഗ് ഇ ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് ഇ എ സി. ലോഗ് കട്ടാക്കാം, കാരണം 2 ബേസ് സെയിം ആണ്. സോ B² ഇസ് ഈക്വൽ ടു എ സി നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഫൈൻ. ഇനി അടുത്തത് ഈ ഒരു ടേം എല്ലാം എ പിയിലാണെന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ഇതേ മെത്തേഡ് തന്നെ നടുക്കത്തെ ടേമിൻ്റെ ട്വൈസ്. ദാറ്റ് മീൻസ് നടുക്കത്തെ ടേം ഞാൻ ജസ്റ്റ് A/B എന്ന രീതിയിലാക്കാം. ദാറ്റ് മീൻസ് ലോഗ് ഇ 2B/3C അത് ട്വൈസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ കുഡ് സേ ദാറ്റ് ഇത് പ്ലസ് ഇത് ദാറ്റ് ഈസ് ലോഗ്
ലോഗ് എ എത്രയാണ്? ലോഗ് എ ബൈ 2b ഇൻറ്റു എ അല്ലേ? കാരണം ആഡ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇത് ഞാൻ പെട്ടെന്നായിട്ട് ചെയ്യാണല്ലോ ഇത്. അപ്പോൾ ഇത് പ്ലസ് ഇത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇനി ലോഗിൻ്റെ അറിയുകയാണെങ്കിൽ അത് ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്യുന്നത് ലോഗ് 3c/a ഇൻറ്റു 3c/a എ കഥം. ഇവിടുന്ന് ഇത് മുകളിലോട്ടേക്ക് കൊണ്ടുപോകും. സോ 2b ഡിവൈഡ് ബൈ 3c ഹോൾ സ്ക്വയർ ലോഗ് ഇ ദാറ്റ് ഇസ് ഈക്വൽ ടു ലോഗ് ഇ 3c/2b. ഓക്കെ, ലോഗ് ക്യാൻസൽ. 4 അല്ലെങ്കിൽ പോട്ടെ 2b 3c ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3c/2a. 2a ഇടുന്ന b. അപ്പോൾ നമുക്ക് ഒരു ഇൻഫോർമേഷൻ b² = ac എന്ന് കിട്ടിയിട്ടുണ്ട്. b² = ac. അത് ഇവിടെ അപ്ലൈ ചെയ്താൽ എന്തെങ്കിലും വലിയ ഉപയോഗം ഉണ്ടോ? b² = ac ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് 2 × b², ദാറ്റ് ഈസ് ac. ഇത് 2 4 ആവും. ഓക്കെ, സോറി, ദാറ്റ് ഈസ് ഈക്വൽ ടു 3c 2b c ടാറ്റ 4a ദാറ്റ് ഈസ് ഈക്വൽ ടു 4a വേണ്ട 4a അല്ല 8ab ദാറ്റ് ഈസ് ഈക്വൽ ടു 9c എന്ന് പറയാൻ പറ്റും. ഇത് വാല്യൂ എടുത്തിട്ട് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഇതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് 4 ആവും. സോ 4b³ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ കുഡ് സേ 27c³ എന്ന് വരും. അപ്പോൾ ഇത് 8 ആവും. സോറി, ഇതൊന്ന് ക്യൂബ് റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ ഐ കുഡ് ഗെറ്റ് ഇറ്റ് 2b = 9c എന്ന് കിട്ടും. 2b = 3c കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, സീനത്ത് ബിയുടെ ടേംസിൽ എഴുതി നോക്കുക. c = 2b/3. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ട്. ഇനി സീന ഇതിൻ്റെ ടേംസ് എഴുതിയിട്ടുണ്ട്. അപ്പം b² = ഞാൻ ഇനി എല്ലാം ബിയുടെ ടേംസിലേക്ക് മാറ്റാം. ദാറ്റ് ഈസ് a × c. സിയുടെ വാല്യൂ ദാറ്റ് ഈസ് a × 2b/3b² ആണ്. അപ്പോൾ ഒരു ഒന്ന് പോയി. സോ a = 3b/2 എന്ന രീതി കിട്ടും. അപ്പം എല്ലാം ബിയുടെ ടേംസിലായിട്ട് എഴുതിയിട്ടുണ്ട്. സോ a is to b is to c is to ratio that is equal to 3b/2 that is to b തന്നെ is to c 2b/3. അപ്പോൾ നോക്കി നോക്കുക, എല്ലാം ബി കട്ടായി പോകും ആ രീതിയിൽ. അതുകൊണ്ട് എല്ലാം ഏതെങ്കിലും ഒരുത്തന്നെ ടേംസിലായിട്ട് എഴുതണം. എന്നിട്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ഇവിടെയും 6 ഉണ്ടാവും, ഇവിടെയും 6 ഉണ്ടാവും. 6 ആകുമ്പോൾ 3 3 9 is to 6 is to 2 to 4. ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സപ്പോസ് ദാറ്റ് ഓൾ ദി ടേംസ് ഇൻ ദ അരിത്മാറ്റിക് പ്രോഗ്രഷൻ ആർ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, എല്ലാ ടേംസും നാച്ചുറൽ നമ്പർ ആണ്. ഇഫ് ദ റേഷ്യോ ഓഫ് ദി സം ഓഫ് ദി ഫസ്റ്റ് 7 ടേംസ് ടു ദി സം ഓഫ് ദി ഫസ്റ്റ് 11 ടേംസ്, ദാറ്റ് മീൻസ് ഫസ്റ്റ് 7 ടേംസ് ദാറ്റ് ഈസ് S7 ഡിവൈഡ് ബൈ S11. അതിൻ്റെ വാല്യൂ അവർ പറയുന്നുണ്ട് ദാറ്റ് ഈസ് 6:11 6/11. ഓക്കെ, പിന്നെ വേറെ എന്ത് ഇൻഫോർമേഷൻ ആൻഡ് ദി 7th ടേംസ് ലൈസ് ബിറ്റ്വീൻ. ഓക്കെ, ദാറ്റ് മീൻസ് TN അല്ല T7 എന്ന് പറയാം. T7 അതെവിടെയൊക്കെ 130യുടെയും 140യുടെയും ഇടയിലാണ് നിൽക്കുന്നത്. ദെൻ ദി കോമൺ ഡിഫറൻസ് ഓഫ് ദിസ് AP ആണ് പറയുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുന്നുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ. എനിവേസ് നമുക്ക് T7 ഒരു കാര്യം പറയാൻ പറ്റും, A + 6D എന്ന് പറയാൻ പറ്റും അല്ലേ? അത് എവിടെ നിന്ന് ഇടം വരെയാണ് പറയുന്നത്? അത് 140ൻ്റെയും 130ൻ്റെ ഇടയിൽ. അപ്പോൾ ഇതിന് S7 എങ്ങനെ എഴുതും? ദാറ്റ് ഈസ് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം അത് 2 പ്രാവശ്യം A. ഫസ്റ്റ് ടേം ഒന്നും അറിയില്ല കേട്ടോ എന്താണ്. ഇവിടെ വാല്യൂസ് കൊടുക്കണം എന്നിന്. അതേപോലെ അടുത്ത 11th ടേം. സോ 11/2 ഇൻറ്റു 2a + 11 എന്നൊന്ന് ഓർക്കുക. ദാറ്റ് ഈസ് 10d. ഓക്കെ, 7 ഗോൺ. പിന്നെ ഇത് 6/11 ആണ്. ഓക്കെ, 7 അല്ല, എന്താണ് പോയിട്ടുള്ളത്? 6/11 2 ഗോൺ 11 ഗോൺ. എന്നിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഐ കുഡ് സേ ദാറ്റ് 12a + 60d. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 14a + 35d. ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത്, ഇവിടെ n-1 അപ്പോൾ 6d ആണ് വേണ്ടത്. ഓക്കെ, അതാണ്. അങ്ങനെ എയുടെ വാല്യൂ 9d ആണ് പോലും. ശരി, ഇനി എയുടെ വാല്യൂ 9d. അപ്പം ഇതാണ് a പ്ലസ് എന്താണ് എയുടെ വാല്യൂ 90 ആണ്. നമുക്ക് കോമൺ ഡിഫറൻസിൻ്റെ ഏരിയ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എയുടെ വാല്യൂ 90 ആണെങ്കിൽ അവിടെ 90 കൊടുക്കാം, എയുടെ വാല്യൂ 90 കൊടുക്കാം. ദാറ്റ് മീൻസ് 9 + 6 ദാറ്റ് ഈസ് 15d ദാറ്റ് ഈസ് 140യുടെയും 130ൻ്റെ ഇടയിലാണ്. ഇപ്പോൾ d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 26/3യുടെയും അതേപോലെ
28/3 ഇടയിൽ. അപ്പോൾ ഇത് 8 പോയിൻറ്റ് ചില്ലറിൻ്റെ ഇടയിലാണ് ഡി. ഇപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ് 8 പോയിൻറ്റ് ചില്ലറ മുതൽ 9 പോയിൻറ്റ് ചില്ലറ. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഇൻഡിജർ എന്ന് പറഞ്ഞാൽ അത് 9 ആണ്. സോ കോമൺ കാരണം വെച്ചാൽ എല്ലാ ടേംസും നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് സ്വാഭാവികമായിട്ട് നാച്ചുറൽ. അതുകൊണ്ട് നമ്മൾ നാച്ചുറൽ നമ്പർ തന്നെ എടുക്കേണ്ടി വരും കോമൺ ഡിഫറൻസ് ആയിട്ടുള്ളത്. അടുത്ത ദിവസം നമ്പർ ഓഫ് ദി ടേംസ് ഇൻ എ പി ഈസ് ഈവൺ. ഓക്കെ, അപ്പം ഞാൻ പറയുകയാണ് നമ്മൾ നമ്പർ ഓഫ് ടേംസ് n ആണ്, അത് ഇയാൾ ഈവൺ ആണ്. ഒരു കാര്യം ചെയ്യുക, ഇതിന് 2n വിളിക്കുക. നല്ല ഓക്കെ. സം ഓഫ് ദി ഓഡ് ടേംസ് ഈസ് 24. അപ്പം സം ഓഫ് ദി ഓഡ് ടേംസ് 24. നമ്മളൊരു എന്തോ ഒരു സീക്വൻസ് ഉണ്ട്, A1 A2 A3 ഡാഷ് ഡാഷ് ഡാഷ്. അതിനകത്തുള്ള ഓഡ് ടേംസിൻ്റെ സമ്മ് 24 ആണ് പോലും. ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് 2n ആണ്. ഓക്കെ, അത് ഈവൺ ആണ്. ആൻഡ് ദി സം ഓഫ് ദി ഈവൺ ടേംസ്, ഈവൺ നമ്പേർഡ് ടേംസ് ഈസ് 30. ഈവൺ നമ്പേർഡ് ടേംസ്, ഈവൺ ടേംസ് അല്ല, ഈവൺ നമ്പേർഡ് ടേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ A4 A6 A2 A8 ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 30 ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ടേം എക്സീഡ്സ് ദി ഫസ്റ്റ് ടേം ബൈ 10 ദാറ്റ് മീൻസ് 21/2. അപ്പോൾ ഗിവൺ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് സം ഓഫ് ദി ഓഡ് ടേംസ് എന്ന് പറഞ്ഞാൽ A1 ആവാം, A3 ആവാം, പിന്നെ എന്താ A5 ആവാം. ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ എത്ര ടേംസ് ഉണ്ട്? 2n ടേംസ് ഉണ്ടോ? ഇല്ല. 2n ടേംസ് ആണ് ടോട്ടൽ ടേംസ്. A1 A2 A3 അതങ്ങനെ n ടേംസ് വരാം. ടോട്ടൽ 2n ടേംസ്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് എത്ര ഉണ്ടാവും? ഓഡ് നമ്പേഴ്സ് ആണ് നേരെ പകുതി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെന്തോ A2n-1 ആണ്. അത് പോട്ടെ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2n/2. ഈ പറഞ്ഞ ഏരിയയിലെ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് n ആണ്. കാരണം n ടേംസ് ഓടും, ബാക്കിയുള്ള n ടേംസ് ഈവണം. ആ രീതിയിൽ വരും. അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ n ടേംസ് ഉണ്ട്. സോ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് A1 പ്ലസ് n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് അറിഞ്ഞൂടാ. അതിൻ്റെ വാല്യൂ ഇവരെ തന്നിട്ടുണ്ട്. എത്രയാണ്? 24 പോലും. അടുത്തത് ഈവൺ ടേംസും സ്വാഭാവികമായിട്ടും n ഉണ്ടാവും. സോ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് 1 പ്ലസ് വരുന്നുണ്ട്. കോമൺ ഡിഫറൻസ് ഡി അല്ല വരാൻ. അവിടെയാണ് കളി. കോമൺ ഡിഫറൻസ് ഡി ആണോ വരാൻ? അല്ല. ഡി എന്ന് പറഞ്ഞാൽ A1 A2 A3 അതാകുമ്പോൾ ഡി. അപ്പോൾ ഇത് രണ്ടെണ്ണം ഇടപെട്ടിട്ടില്ല. ഇങ്ങനെ A1 A3 രണ്ടെണ്ണം ഇടപെട്ടിട്ട്. അപ്പോൾ എത്ര കോമൺ ഡിഫറൻസ്? 2D ആണ് കോമൺ ഡിഫറൻസ് 2D ആണ്. അതാണ് 24. ഓക്കെ, അടുത്തേലും n/2 ഫസ്റ്റ് ടേം A1 പ്ലസ് n-1 ഇൻറ്റു അടുത്തത് A1 അല്ല, ഇത് A2 ആണ് ഫസ്റ്റ് ടേം അല്ലേ? കറക്റ്റ്. നമുക്ക് ഇതിനൊന്ന് ചെയ്ത് കളയാം. എന്താ ഡിക്കോഡ് ചെയ്ത് കളയാം. എങ്ങനെയാണ്? ഇവിടെ 2 വേണം. ഓക്കെ, 2A1 എന്ന രീതിയിലല്ല ഫസ്റ്റ് ടേം പ്ലസ്. അപ്പം ഇവിടെ 2 കാണുന്നുണ്ട്. അപ്പോൾ ഈ 2 ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പം n-A1 പ്ലസ് n ഇൻറ്റു n-1 d എന്ന് പറയാൻ പറ്റും. ഒന്നുകൂടി n-A1 പ്ലസ് n² മൈനസ് n² d റൈറ്റ് മൈനസ് n d ദാറ്റ് ഇസ് ഈക്വൽ ടു 24 റൈറ്റ്. ഇനി അടുത്ത ഈവൺ നമ്പേഴ്സിനുള്ള കാര്യം നോക്കാം. ഈവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ A2 A4 A6 ഡാഷ് ഡാഷ് ഡാഷ്. ടോട്ടൽ നമ്പർ n ടേംസ് തന്നെ ഉണ്ട്. സോ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2A2 പ്ലസ് n-1 ഇൻറ്റു എത്ര ഇതുണ്ട് D എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 2D ദാറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് 30. ഈവൺ നമ്പർ ടേംസിൻ്റെ 30 ആണ്. ഓക്കെ, ഇവിടെ നിന്നും 2 കട്ടായിട്ടുണ്ട്. സോ n-A2 പ്ലസ് n² d മൈനസ് n d. ഈ 2 പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് 30 ആണ്. അപ്പം 1 - 2 ചെയ്ത് നോക്കിയൊക്കെ എന്താ കിട്ടാൻ? ഇത് പോയി, ഇതും പോയി. രണ്ടും ഒരേ ടേംസ് ആയതുകൊണ്ട് അത് പോയി. പിന്നെയുള്ളത് നമുക്ക് കിട്ടുന്നത് എന്താണ്? n കോമൺ ഉണ്ടാവും. സോ n കോമൺ A2 മൈനസ് A1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 6 എന്ന് പറയാൻ പറ്റും. ഓക്കെ, ആൻഡ് A2 മൈനസ് A1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം മൈനസ് ദാറ്റ് ഈസ് കോമൺ ഡിഫറൻസ്. സോ ND ദാറ്റ് ഈസ് ഈക്വൽ 6 എന്ന് പറയാൻ പറ്റും. ഓഹോ, കോമൺ ഡിഫറൻസിൻ്റെ ഒരു രീതി കിട്ടിയിട്ടുണ്ട്. ND ഈസ് ഈക്വൽ 6 കിട്ടിയിട്ടുണ്ട്. പിന്നെ പറയുന്നത് വെച്ചാൽ ദ ലാസ്റ്റ് ടേം എക്സീഡ്സ് ദി ഫസ്റ്റ് ടേം ബൈ 10/2 ദാറ്റ് ഈസ് ലാസ്റ്റ് ടേം Tnth ടേം എക്സീഡ്സ് ദി ഫസ്റ്റ് ടേം. അപ്പോൾ ഫസ്റ്റ് ടേമിനെ തൽക്കാലം A എന്ന് തന്നെ വിളിക്കാം. ലാസ്റ്റ് ടേംസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് Tn എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു A പ്ലസ് n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് അറിഞ്ഞുകൂടാ. പിന്നെ ഓക്കെ, ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ദാറ്റ് ഈസ് A ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 21/2 എന്നാണ് പറയുന്നത്. ഓക്കെ, 21/2. ഇവിടുന്ന് A പോയ കാര്യം നമുക്കറിയാം. സോ ND മൈനസ് D ദാറ്റ് ഈസ് ഈക്വൽ ടു 21/2 ആൻഡ് NDയുടെ വാല്യൂ എത്രയാണ്? 6 എന്നറിയാം. സോ
സോ R 21/2 ഇസ് ഈക്വൽ ടു D. ഇവിടെയാണ് നമ്മൾ മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ളത്. ടോട്ടൽ ടേംസ് എന്ന് പറഞ്ഞാൽ n അല്ല. ടോട്ടൽ ടേംസ് ആക്ച്വലി നമ്മൾ എത്രയാണ് പറഞ്ഞത് 2n ആണ് നമ്മൾ കരുതിയിട്ടുള്ളത്. അപ്പോൾ അവിടെ 2n കൊടുക്കണം. സോ 2n-1 എന്ന രീതിയിൽ കൊടുക്കണം ടോട്ടൽ ടേംസ്. ഓക്കെ, ഇപ്പം കറക്റ്റ് ആവും. എ പോവും. സോ 2n t മൈനസ് d ദാറ്റ് ഇസ് ഈക്വൽ ടു 21/2. എൻ ഡിയുടെ വാല്യൂ 6 ആണ്, 20യുടെ 12. അപ്പോൾ മൈനസ് 21/2 ദാറ്റ് ഇസ് ഈക്വൽ ടു d. സോ 24 മൈനസ് ദാറ്റ് ഇസ് 3/2 ആണ് കോമൺ ഡിഫറൻസിൻ്റെ വാല്യൂ. ഇനി കോമൺ ഡിഫറൻസിൻ്റെ വാല്യൂ d ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ ഇവിടെ കൊടുക്കാം. സോ കോമൺ ഡിഫറൻസ് വാല്യൂ ദാറ്റ് ഈസ് n ഇൻറ്റു 3/2 ഇസ് ഈക്വൽ ടു 6. സോ n ഇസ് ഈക്വൽ ടു 12/3 ദാറ്റ് ഈസ് 4. സോ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ 4 ആണെന്ന് കിട്ടും. എന്നിന് വേണ്ടി 4, പക്ഷേ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ അത് 2n ആയിരുന്നു. സോ നമുക്ക് പറയാൻ 8 ടേംസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നോർമലായിട്ട് നമ്മൾ ഓഡ് ടേംസ് ഇങ്ങനെ എഴുതി വെക്കാം. അതേപോലെ എന്താണ് ഓഡ് ടേംസ് എഴുതി വെക്കുക, പിന്നെ ഈവൻ ടേംസ് ഇങ്ങനെ എഴുതി വെക്കുക 30. എന്നിട്ട് മൈനസ് ചെയ്യുന്ന സമയത്ത് നോക്കി നോക്ക്, ഇത് മൈനസ് ഇത് കോമൺ ഡിഫറൻസ്, ഇത് മൈനസ് ഇത് കോമൺ ഡിഫറൻസ്. അപ്പോൾ ടോട്ടൽ എത്ര ടേംസ് ഉണ്ട് ഇവിടെ? n ടേംസ് ഉണ്ട്. സോ n കോമൺ ഡിഫറൻസ് ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് 6 എന്ന് ഡയറക്റ്റ് പറയാൻ പറ്റുമോ? പിന്നെന്താ വേണ്ട, ഇത് രണ്ടാമത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുക, അന്നേരം ഉത്തരം കിട്ടും. ഇനി എന്താ 3, 7, 11. ഓക്കെ, ഇത് ടേംസ് ഉണ്ട്. ബി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ദെൻ ദി സം ഓഫ് ദി കോമൺ ടേംസ് ഇൻ ദം ഈസ് ഈക്വൽ ടു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ നമ്പേഴ്സ് എഴുതി വെക്കുക. ശരി, അടുത്ത നമ്പേഴ്സ് ഇവർക്കുള്ള കോമൺ ടേംസ് ആണ്. അപ്പോൾ നോക്കി 11 കോമൺ ടേംസ് ഉണ്ടെങ്കിൽ ആദ്യം ഇവരെ കോമൺ ഡിഫറൻസ് എഴുതി വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ കോമൺ ഡിഫറൻസിന് എന്ത് ചെയ്യുക, LCM എടുക്കുക. 4 3 12 ആണ് LCM. സോ 12 ആണ് എന്ത് ആ കോമൺ ടേംസിൻ്റെ. ഇപ്പോൾ കോമൺ ടേംസ് 11. ഓക്കെ, 11ന് ശേഷം അടുത്ത നമ്പേഴ്സ് ഏതാണ്? അത് ഈ പറഞ്ഞ 12. അപ്പോൾ 12 ആഡ് ചെയ്ത് ദാറ്റ് ഈസ് 23. അങ്ങനെ 50, 35 ആ രീതിയിലായിരിക്കും പോകാൻ. ഓക്കെ, സോ ഇതിന് LCM എന്ന് പറയുന്നത് നമ്മൾ കോമൺ ടേംസിൻ്റെ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി എന്താണ് ദ സം ഓഫ് ദി കോമൺ ടേംസ് ഇൻ ദം ഈസ് ഈക്വൽ ടു. അപ്പം നമുക്ക് എന്ത് എത്ര നമ്പർ ഓഫ് ടേംസ് ഉള്ള കാര്യം കിട്ടിയിട്ടില്ല, അതും കൂടി വേണം. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് നമുക്കൊരു കാര്യം അറിയാം, ഇവിടുന്നാണ് കോമൺ ടേംസ്. ഏറ്റവും ചെറിയ വാല്യൂ വരെ ഇയാളുടെ. അപ്പം നമുക്ക് പറയാൻ പറ്റും ഏറ്റവും ലാസ്റ്റത്തെ നമ്പർ ഉണ്ടല്ലോ, കോമൺ ആയിട്ടുള്ള ലാസ്റ്റത്തെ നമ്പർ അതെന്ന് പറഞ്ഞാൽ TN എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഫസ്റ്റ് ടേം 11 പ്ലസ് n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് ദാറ്റ് ഈസ് 12. അത് മാക്സിമം പോയി കഴിഞ്ഞാൽ എത്ര 403 പറ്റത്തുള്ളൂ, മാക്സിമം പോയി കഴിഞ്ഞാൽ അല്ലേ. അങ്ങനെ മാക്സിമം പോയി കഴിഞ്ഞാൽ 403 ആണെങ്കിൽ ഈ എന്നിൻ്റെ വാല്യൂ എവിടെ നിന്ന് ജസ്റ്റ് സോൾവ് ചെയ്ത് നോക്കുക. എന്നിൻ്റെ വാല്യൂ എവിടെ നിന്നില്ല, എന്നിൻ്റെ വാല്യൂ മാക്സിമം പോയാൽ 33 ആവുള്ളൂ. സോ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് കോമൺ ടേംസ് എന്ന് പറഞ്ഞാൽ 33 ആണ്. സോ ആ ടോട്ടൽ നമ്പർ ഓഫ് കോമൺ ടേംസ് ആയാലും 33ൻ്റെ സമ്മ്. അപ്പോൾ എങ്ങനെയാണ് 33/2 ഇൻറ്റു ഫസ്റ്റ് ടേമിൻ്റെ ഡബിൾ ദാറ്റ് ഈസ് 22 പ്ലസ് 33 മൈനസ് 1 ദാറ്റ് ഈസ് 32 ഇൻറ്റു കോമൺ ഡിഫറൻസ് 12 ചെയ്ത ഉത്തരം. അടുത്ത ദിവസം സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഓരോ APs തന്നിട്ടുണ്ട്, 1 2 3 APs തന്നിട്ടുണ്ട്. അവർക്ക് കോമൺ ഡിഫറൻസ് ഇവിടുന്ന് ഡയറക്റ്റ് കിട്ടും. ഓക്കെ, പിന്നെ എന്താണ് അടുത്ത് A+D എന്ന് പറയുന്ന സാധനം കണ്ടെത്താൻ പറയുന്നത്. ഓക്കെ, ശരി. എന്താ വെച്ചാൽ ഇവരുടെ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാത്തിൻ്റെയും കോമൺ ടേംസ് എടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, കോമൺ ടേംസ് 7 7. ഓക്കെ, പക്ഷേ അപ്പോൾ ഇയാൾ രണ്ടിൻ്റെയും കോമൺ ടേംസിൻ്റെ ആ റേഷ്യോ CD. അപ്പോൾ ഇവർ രണ്ടാളും കോമൺ ടേംസിൻ്റെ ഒരു സീക്വൻസ് ഉണ്ടാക്കി അയാളുടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 15 ആയിരിക്കും. 15 കോമൺ ഡിഫറൻസ്. സോ 15. ഓക്കെ, ഇനി ഈ പറഞ്ഞ സീരീസ് ഉണ്ടല്ലോ, ആ പറഞ്ഞ സീരീസും ഇയാളും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമൺ ടേം എടുക്കണം. കാരണം 3 പേരുടെ കോമൺ എടുക്കണം, ഇയാളുടെ കോമൺ ടേമും ഇയാളുടെയും കോമൺ ടേമായിട്ട് കോമൺ ആവണം അല്ലേ. പിന്നെ അങ്ങനെ ഇത് പക്ഷേ ഇത് എവിടത്തേക്കാണ് പോകുന്നതെന്ന് അറിയില്ല അല്ലേ. എപ്പോഴാണ് ഇവരുടെ ഫസ്റ്റ് ടേം, ഇത് ഡയറക്റ്റ് നമുക്ക് വിസിബിൾ ആണ്, 7 ആണ് ഫസ്റ്റ് കോമൺ ടേം. പക്ഷേ ഇവിടെ നമുക്ക് വിസിബിൾ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഏതോ ഒരു പെർട്ടിക്കുലർ ഇയാളുടെ TN എത്രയാണ്, ഇയാളുടെ TN എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു D അതിങ്ങനെ കിട്ടും. അതേപോലെ ഇയാളുടെ TM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, ഫസ്റ്റ് ടേം ഇയാളുടെ 7 പ്ലസ് n-1 ദാറ്റ് ഈസ് m-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് 15. അപ്പോൾ ഇയാളുടെ ടേമും ഈക്വൽ ആവും. അങ്ങനെ ഈക്വലായിട്ട് നമ്മൾ ഈക്വേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് n-ൻ്റെയും m-ൻ്റെയും റിലേഷൻ കിട്ടും. എന്നിട്ട് m-ന് ഓരോ വാല്യൂസ് കൊടുക്കും. n എന്തായാലും ഉണ്ടാവണം, ഇൻറ്റീജറാണ്, കാരണം നമ്പർ ഓഫ് ടേംസ് എപ്പോഴും ഇൻറ്റീജറാണ്. അപ്പോൾ m-ന് ഓരോ വാല്യൂസ് കൊടുക്കും. ഫസ്റ്റ് വാല്യൂ m4 ആണ് കിട്ടുന്നത്. സോ 4 ആകുമ്പോഴാണ് n-ൻ്റെ വാല്യൂ ഒരു ഇൻറ്റീജർ ആവുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും എന്താണ് ആ പെർട്ടിക്കുലർ വാല്യൂ എത്രയാണ്, m4 n4 ദാറ്റ് മീൻസ് ഫോർത്ത് ടേം. n-ൻ്റെ വാല്യൂ എത്ര കിട്ടുന്നത്, n-ൻ്റെ വാല്യൂ 8. ദാറ്റ് മീൻസ് ഇയാളുടെ എട്ടാമത്തെ ടേമാണ്. അതായത് എട്ടാമത്തെ ടേം എത്രയാണ്, 52 ആണ് എട്ടാമത്തെ ടേം കോമൺ ആയിട്ട് വരുന്നത്. അങ്ങനെ എട്ടാമത്തെ ടേം നമുക്ക് കിട്ടും കോമൺ ടേം. പിന്നെ നമ്മൾ കോമൺ ടേംസ് എന്ത് ചെയ്യും, കോമൺ ടേംസ് കിട്ടിയിട്ടാണ് ആ രണ്ടിനും കോമൺ ടേംസ് കിട്ടാൻ മെത്തേഡ് പറഞ്ഞു. പിന്നെ ഇയാളുടെ എന്ത് ചെയ്യണം, LCM എടുക്കണം. എന്താണ് ഇവർ രണ്ടാളും എന്ത് Dയും 7ഉം 15. അപ്പോൾ അയാളുടെ LCM 105 ആണ്. 105 കോമൺ ഡിഫറൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടേം എന്തായിരുന്നു 52 ആണെന്ന് തോന്നുന്നു. 52 ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് ഇത്. ഓക്കെ, ഇത് ഇനി നടത്തേണ്ടത് ലാസ്റ്റ്
എ പ്ലസ് ഡി ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അല്ല ഫസ്റ്റ് ടേം 52 കോമൺ ഡിഫറൻസ് എത്രയാണ് അത് 105 അത് ആഡ് ചെയ്താൽ 100. ഇതും വളരെ സിമ്പിളായിട്ട് എന്താണ് ജസ്റ്റ് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഉത്തരവേ ഉള്ളൂ. ഇത് വളരെ സിമ്പിൾ, ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്തൊരു ക്വസ്റ്റ്യൻ. ഇതിൽ പ്രത്യേകിച്ച് കൺസെപ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജെ അഡ്വാൻസ് ആണെങ്കിൽ പോലും അത്യാവശ്യം ഈസി ചെയ്തു. അടുത്ത ഈ ക്വസ്റ്റ്യൻ A1 A2 A3 R in AP A1 plus A2 ഓക്കെ ശരി. എന്താണ് അർത്ഥം പറയുന്നത് ഇയാളുടെ വാല്യൂസ് ഓക്കെ. എനിവേസ് നമ്മൾ ഒരു പർട്ടിക്കുലർ സീക്വൻസിൽ നമ്പേഴ്സ് ഒരു AP എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു AP ആയിരിക്കും. അപ്പോൾ ഇയാളൊരു AP ആണ്. അപ്പോൾ AP യിലാണ് നമുക്കറിയാം ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം കോൺസ്റ്റൻ്റ് ആണ്. അതേപോലെ എന്താണ് ഫോർത്ത് ടേം അപ്പോൾ ഇയാളും കോൺസ്റ്റൻറ്റ്. ഇതെങ്ങനെ മനസ്സിലാക്കാൻ ഇയാൾ സെയിം നമ്പറാണ്. ഇയാൾ ആഡ് ചെയ്താൽ കോൺസ്റ്റൻ്റ് വരുന്നത്. ജസ്റ്റ് ഇയാൾ 4 ആണെങ്കിൽ 4 ടോട്ടൽ ടേംസ് എത്ര ഉണ്ട് 1 2 3 അങ്ങനെ പോയി എത്ര ഉണ്ട് 6 ടേംസ് ഉണ്ട്. സോ 6ൽ നിന്ന് 4 കുറക്കുക പ്ലസ് 1 അപ്പോൾ 5 പ്ലസ് 1 അല്ല എത്രയാണ് 6ൽ നിന്ന് ഇത് എത്രാമത്തെ ടേം രണ്ടാമത്തെ ടേംസ് 2 പ്ലസ് 1 അപ്പോൾ എത്രയാണിത് 4 പ്ലസ് 1. ഇനിയിപ്പോൾ അങ്ങനെ ചിന്തിക്കണം, അത് വെറുതെ ഡൗട്ടാവും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ എഴുതിക്കാം. എങ്ങനെയാണ് ഈ ടേംസ് ഒക്കെ ഡയറക്റ്റ് അങ്ങ് എഴുതി വെക്കുക നേരെ. ഓക്കെ ഏതൊക്കെ ടേംസ് ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഇട്ടതല്ലേ. നമുക്ക് പറയാൻ A1 A16 ആഡ് ചെയ്ത സെയിം നമ്പർ കിട്ടണം, A4 A13. കാരണം വെച്ചാൽ ഫസ്റ്റ് സെക്കൻഡ് ടേം ലാസ്റ്റ് സെക്കൻഡ് ടേം അത് രണ്ടും ആഡ് ചെയ്ത് സെയിം കിട്ടണം. അങ്ങനെ ഇവിടെ A1 A16 ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് നമ്മൾ എന്ത് ചെയ്യും ഒരു തല ഉപയോഗിക്കും. A1 A16 വാല്യൂ അപ്പോൾ ഇത് 3 പ്രാവശ്യം റിപ്പീറ്റ് ആവുന്നുണ്ടല്ലോ 1 2 3. ദാറ്റ് മീൻസ് A1 പ്ലസ് A16 ഇതോടെ ഞാൻ എഴുതുന്നത് A16 അത് 3 പ്രാവശ്യം റിപ്പീറ്റ് ആവുന്നുണ്ട്. that is equal to 1 1 4. so A1 plus A16 that is equal to 38 കിട്ടും. ഓക്കെ ഇനി ഇയാളുടെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇവിടുന്ന് ഇതേ പരിപാടി തന്നെ ചെയ്യാം. ഇയാളുടെ വാല്യൂ സെയിം തന്നെയല്ല 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത്. സോ 2 times 38 that is 76 ഡൺ. ഇനി റേഷ്യോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ. എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്താണ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദി APRൻ്റെ റേഷ്യോ ഇതാണ്. ഓക്കെ 7n plus 1. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദർ 11th ടേംസ് എന്നാണ് പറയുന്നത്. ഓക്കെ sum of n terms of 2 APs are in the ratio. ഓക്കെ ഇപ്പോൾ 11th ടേംസിൻ്റെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും 11th ടേംസിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വേണ്ടത് ഇങ്ങനെ വേണ്ടത് A പ്ലസ് 10Dയും A പ്ലസ് ഇത് A ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ D ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ രണ്ട് ടേംസിൻ്റെ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് n/2 എഴുതും. എല്ലാം n ടേംസ് ആയിട്ട് ഇത് പോയി. പിന്നെ ഇത് വേറെ കാര്യങ്ങൾ D വേറെ കാര്യങ്ങൾ ശരി ഈ രീതിയിൽ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഓക്കെ സോ 11th ടേംസിൻ്റെ കിട്ടണം. 11th ടേംസിന് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ റേഷ്യോ ഓഫ് ദ 11th ടേംസ് ദാറ്റ് മീൻസ് നമ്മൾ എന്ത് 2 കംപ്ലീറ്റ് കോമൺ ആയിട്ട് എടുക്കും. എന്നിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ പറഞ്ഞ സാധനം എന്താണോ അത് 10 ആയിരിക്കണം. നേരെ A പ്ലസ് 10D ദാറ്റ് മീൻസ് T11 ഇതെന്തായിരിക്കണം ഇതും 10 ആയിരിക്കണം. സോ നമുക്ക് പറയാൻ പറ്റും അത് T-11 എന്ന് പറയാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ എനിക്ക് പറയാൻ പറ്റും n-1/2യുടെ വാല്യൂ 10 ആവണം. ദാറ്റ് ഈസ് n-1 is equal to 20 and n is equal to 21 എന്ന രീതിയിലാവണം. അപ്പം എന്നിൻ്റെ വാല്യൂ നമ്മൾ എന്തെടുക്കും ഇപ്പുറം 21. അപ്പോൾ നമുക്ക് കിട്ടുക A പ്ലസ് 10D ഇതാണ് 11th ടേംസിൻ്റെ റേഷ്യോ. അപ്പോൾ ഇവിടെ എന്തോ റൈറ്റ് സൈഡിൽ ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ അവിടെയും 21 കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരം നമുക്ക് റേഷ്യോ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഇത് കുറച്ച് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ഉണ്ട്. A1 A3 4 ഇൻഡിജേഴ്സ്. ഓക്കെ SM ഡിവൈഡ് ബൈ SN എങ്ങനെ കണ്ടെത്താം. പിന്നെ ഒരു കാര്യം തന്നിട്ടുണ്ട്. ഓക്കെ M is equal to 5n. സോ S5n ഡിവൈഡ് ബൈ SN. സോ 5n ആകുമ്പോൾ 5n ടേംസ് ദാറ്റ് മീൻസ് 5n/2 2A പ്ലസ് 5n മൈനസ് 1D ശരി n/2 അത് ചെയ്തു. റേഷ്യോ ഓക്കെ ഇസ് ഈക്വൽ ടു ഒന്ന് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തു. എന്ത് 2 കട്ടാക്കി n കട്ടായി പിന്നെ 5 ഈ രീതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ ഉള്ളിലോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഫൈൻ. ഇനി റേഷ്യോ എന്നിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പോൾ n is equal to 0 എന്ന് പറയാൻ പറ്റില്ല. ഒരു ടേംസ് ഇല്ലാണ്ട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ പറ്റില്ല. റേഷ്യോ എന്നിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ദാറ്റ് മീൻസ് ഒന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 6 - D അയാൾ 0 ആവാം. അയാൾ 0 ആയിക്കാൻ ഇയാളും 0 അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് n ക്യാൻസൽ ആവുമല്ലോ. കറക്റ്റാണ്. അപ്പം ഒന്നെങ്കിൽ 6 - D 0 ദാറ്റ് ഇസ് D is equal to 6 D is equal to 6 എന്നുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ ഡിയുടെ വാല്യൂ 0 ആവാം അല്ലേ. അതാണ് ജെ അഡ്വാൻസ് മിസ്സാക്കി. ഈ ക്വസ്റ്റനിൽ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. ജെ അഡ്വാൻസ് D is equal to 0 എന്നുള്ള കേസ് അവർ മറന്നുപോയി. D is equal to 0 എന്നുള്ള കേസും സ്വാഭാവികമായിട്ടും ആവാൻ പറ്റും. D 0 ആയി കഴിഞ്ഞാൽ ഇതങ്ങോട്ട് ഈ പറഞ്ഞ ടേം അങ്ങോട്ട് പോയി. അപ്പോൾ എന്നിന് ഡിപ്പെൻഡൻസ് ഇല്ല ഈ പറഞ്ഞ SM ഡിവൈഡ് ബൈ SN. അപ്പം അങ്ങനെ ചെയ്യാം. എന്താ നമുക്ക് കിട്ടിയത് എന്താ ലാസ്റ്റ് ഡിയുടെ വാല്യൂ ദാറ്റ് ഈസ് 3 ഓർ ഡിയുടെ വാല്യൂ ദാറ്റ് ഈസ് ഡിയുടെ വാല്യൂ 6 അല്ലെങ്കിൽ 0 എന്ന് കിട്ടും. 6 അല്ലെങ്കിൽ 0. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ A2യുടെ വാല്യൂ ആണ്. A1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എടുപ്പ് A1ൻ്റെ വാല്യൂ
A1 ഒന്നെങ്കിൽ 6 കൂട്ടാം, അല്ലെങ്കിൽ A1 1 0 കൂട്ടാം. അപ്പം നമുക്ക് പറയാൻ പറ്റും 9 അല്ലെങ്കിൽ 3 എന്ന് പറയാൻ പറ്റും. 9 അല്ലെങ്കിൽ 3 ആൻസർ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ. ജസ്റ്റ് എന്താ ഇത് നേരത്തെ ഈ ക്വസ്റ്റ്യനായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യനെ ഒന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ്റെ അതേ ടൈപ്പ് ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ.